ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ അഡ്വാൻസ് ഹാപ്പി ഓണം എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു എന്താ പറയുക, ഒരു ചെറുതായിട്ട് ഒന്ന് പുറത്ത് പോകാനുണ്ട്, ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് വേഗം തന്നെ കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ വേറെ ഒന്നും തന്നെ ഇല്ല, എൻ്റെ സിമ്പിൾ മേക്കപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് ഐറ്റംസ് എക്സ്ട്രാ ഞാൻ ചേർത്തിട്ടുണ്ട് എന്ന് മാത്രമാണ്, കാരണം പുറത്ത് പോകുന്നത് കൊണ്ട് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് വേഗം തന്നെ കിടക്കാം. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ്. പിന്നെ ഡ്രസ്സിലൊരു വ്യത്യാസമുണ്ട്. എന്തായാലും നമ്മൾ എന്നും സെയിം ഡ്രസ്സ് ഇടില്ലല്ലോ. അപ്പോൾ ഒരു ഡ്രസ്സ് മാറ്റമുണ്ട്. പിന്നെ ഒന്ന് രണ്ട് ഐറ്റംസ് എക്സ്ട്രാസ് ആഡ് ചെയ്തിട്ടുണ്ട്, അത് മാത്രം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുളിച്ചെല്ലാം വന്നതാണ്. അപ്പോൾ അതിൻ്റെ അടുക്ക് വാവ എണീറ്റു, അവന് പാൽ കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആസ് യൂഷ്വൽ അപ്പോൾ ഇത് വന്നിട്ട് വീട്ടിലിരുന്നൊരു മാക്സിയാണ്, ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നിവിയൻ്റെ ലിപ് ബാമാണ്. ആസ് യൂഷ്വൽ കൺമഷി. ഐലൈനർ. ഇപ്പൊ നിങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു ഓണത്തിന്റെ. ഇവിടെ അവസാന നിമിഷമാണ് എന്ത് കാര്യവും ഓർമ്മ വരാ, പിന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും. പിന്നെ ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് ഇന്ന് പൊട്ട് തൊടുന്നത്. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഞാനൊരു പോർഷൻ മിസ് ചെയ്ത് പോയി. ഇത് വന്നിട്ടാണ് മേക്കപ്പ്. ഇനി നമുക്ക് ഡ്രസ്സ് എല്ലാം ചെയ്തതിന് ശേഷം സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലും കൂടി ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് ഡ്രസ്സ് എല്ലാം ചെയ്തിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ടാണ് എൻ്റെ ഡ്രസ്സ്. ഒരു എന്താ പറയുക, ഒരു ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാണ്. കണ്ടില്ലേ, ഒരു ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാണ്. പിന്നെ വിത്ത് ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ബാക്കിലൊരു കെട്ടുന്ന ടൈപ്പ് ഒരു ഇതുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സിനോടും വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ്. ബട്ട് എൻ്റെ കെട്ടിയവന് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ പുള്ളിക്കാരൻ ഓർഡർ ചെയ്യും ഇങ്ങനത്തെ ഡ്രസ്സ്. എന്നോട് പറയാറ് പോലും ഇല്ല ഇങ്ങനത്തെ ഡ്രസ്സ് ഓർഡർ ചെയ്യുമ്പോൾ. വരുമ്പോഴായിരിക്കും ഞാൻ അറിയാം. ഓക്കെ, അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു എന്ത് ഗ്രീൻ ആണെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ, ഒരു ടൈപ്പ് ഒരു ഗ്രീൻ ഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു കുഞ്ഞി സാധനം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതും പുള്ളിക്കാരൻ തന്നെ മേടിച്ചതാണ്. ഇതുപോലത്തെ
എന്താ പറയുക, മുക്കുത്തിയാണ് കേട്ടോ. ഇത് അഡ്ജസ്റ്റബിൾ മുക്കുത്തിയാണ്, ഐ മീൻ പ്രസ്സിങ് ടൈപ്പ്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തേക്കുന്നത് ഇതേപോലത്തെ ഒരു സിമ്പിളായിട്ടുള്ളൊരു മുക്കുത്തിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മുക്കുത്തിയാണ്. ക്ലിയർ ഇല്ല, ഇട്ട് കാണിക്കാം. Look at that. വളരെ സിമ്പിളാണ്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ 3 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ കൂടുതലും ഇതുതന്നെയാണ് ഞാൻ ഇടാറ് എവിടെയെങ്കിലും പോകുമ്പോൾ. അപ്പോൾ ഈ ഒരു സംഭവം എക്സ്ട്രാ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഹെയർ സ്റ്റൈൽ. കുളിച്ച് വന്ന് പാടായതുകൊണ്ട് മുടി ഒന്ന് ഉണങ്ങി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മുടി ഇങ്ങനെ അഴിച്ചിട്ട് അല്ലെങ്കിൽ മേലെയായിട്ട് ക്ലിപ്പിട്ട് ആണ് ഞാൻ ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞ് എപ്പോൾ പോകാനാണ്, അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ചെയ്ത്. അപ്പോൾ ഇതിപ്പോൾ ഫുള്ളി വെറ്റ് എയർ ആയതുകൊണ്ട് ഞാനിതിപ്പോൾ മുടിയിൽ സിറമൊന്നും തന്നെ തേക്കുന്നില്ല. ഒരു സെമി ഡ്രൈ ആയി കഴിയുമ്പോൾ മീൻസ് നമ്മുടെ മുടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീഴുമല്ലോ, ആ സംഭവം ആ പ്രോസസ്സിങ് നിൽക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാനൊന്നും ചെയ്യണില്ല. ഇപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മുടി ഒന്ന് ഇതാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലിപ്പിട്ട് കൊടുക്കണം മാത്രമേ ഉള്ളൂ കേട്ടോ. ഉണങ്ങാത്തത് കൊണ്ട് മാത്രമാണ്. അല്ലേ, ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു ക്ലിപ്പും ഇട്ടുകൊടുക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻ അയക്കാവുന്നതാണ്. പിന്നെ അതേപോലെ ലൈക്ക് ചെയ്യുക, എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെലൈക്കൺ ഇടുക. കുഞ്ഞു ബെലൈക്കണിന് കൂടി ഒന്ന് ഹിറ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഷോപ്പിങ്ങിന് എല്ലാം പോയിട്ട് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വരട്ടെ, ഇല്ലെങ്കിൽ വീണ്ടും ലേറ്റ് ആവും. പിന്നെ അവൻ ഉറങ്ങുവാണ്, അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അവൻ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും ഞാൻ പോയിട്ട് വേഗം വരാം, ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും വൈകുന്നേരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും വേറൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ ഇതിന് മുന്നേ ഞാനൊരു എന്താ പറയുക, കാജൽ ഐലൈനർ അപ്ലൈ ചെയ്യണ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അടുത്ത് തന്നെ ഞാൻ എന്തായാലും ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ മുന്നിൽ ഞാൻ എന്തായാലും ആ വീഡിയോ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം ഫോനൂസ് ഡ്രീം വേൾഡ്. ടാറ്റാ ബൈ.